ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിന്നൂസ് മഹൽ. ഇന്ന് നമുക്ക് നല്ലൊരു കിഡിലൻ യമ്മി ആയിട്ടുള്ളൊരു ബർഗർ തയ്യാറാക്കി നോക്കിയാലോ? നോക്കാമല്ലേ? അതിന് മുമ്പായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ബർഗർ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഞാനിന്നിവിടെ ചിക്കൻ പാറ്റീസ് വെച്ചിട്ടുള്ള ബർഗറാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലൊന്നും ഇല്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ വേണത് അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നല്ല പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ കയ്യിൽ വെച്ചിങ്ങനെ ഉരുട്ടി കൊടുത്ത നല്ല രീതിയിൽ ഇങ്ങനെ ഉരുണ്ട് വരുന്ന ആ ഒരു രീതിയിലാണ് നമുക്കിത് അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ അരിഞ്ഞത്. ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കന് അരച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് റസ്ക് കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് റസ്ക് പൊടിയോടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് നമുക്ക് ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ കയ്യിൽ വെച്ച് പരത്തിയെടുക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് റസ്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം കുറച്ച് ടൈം. ഞാൻ ഗ്യാസിലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഓയിലും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ചിക്കൻ്റെ ഒരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നൊരു ലേശം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാം. എന്നിട്ട് കട്ട്ലേറ്റിൻ്റെ ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് റസ്ക് പൊടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ കവർ ചെയ്ത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. 4 പാറ്റീസാണ് ഇവിടെ റെഡിയാക്കാനായിട്ട് പോകുന്നത്, അഥവാ ടിക്കി. നമുക്ക് ഈ 4ഉം ഒരുമിച്ചിട്ടിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. ഇത് എണ്ണയിൽ മുഴുവനായിട്ട് ഇട്ടിട്ട് അങ്ങനെ കോരിയെടുക്കുകയും ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അതാണ് എനിക്ക് ഒന്നും കൂടെ ബെറ്ററായിട്ട് തോന്നിയത്. ഏകദേശം ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. റസ്ക് പൊടിയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം.
ഇതൊന്ന് റെഡി ആയി വരുന്ന ടൈം കൊണ്ട് നമുക്ക് വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം, ഒരു കക്കരി, ഒരു സവാള, പിന്നെ ലിറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇലയാണ്, അതും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. ലിറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇല ഞാൻ 4ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു ടൈം കൊണ്ട് ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് 4 ബണ്ണ് എടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഓരോ ബണ്ണും 2 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാം. പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് ജസ്റ്റ് ബണ്ണിൻ്റെ ഉൾഭാഗങ്ങൾ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് പാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. മുഴുവനും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് മുഴുവൻ ഇൻഗ്രീഡിയൻസ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ബന്നിൻ്റെ അടിഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മയോണൈസ് ഒന്ന് തേച്ച് കൊടുക്കാം നന്നായിട്ട്. ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് മയോണൈസ്. ഇനി ഇതിലേക്ക് ടിക്കി അഥവാ പാറ്റീസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ലിറ്റിൽസിൻ്റെ ഇല കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ വെച്ച് കൊടുക്കാം. സ്റ്റെപ്പായിട്ട് സവാള, തക്കാളി, ഒരു കക്കരി, ക്യാപ്സിക്കം. ഇപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയക്കാണ് അത് സെറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് തോന്നിയത്. ഇതിൻ്റെ മുകളിലായിട്ട് ബന്നിൻ്റെ മുകളിലത്തെ പോർഷനാണ്, അതിൽ കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോ സോസും മയോണൈസൊക്കെ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ടിക്കി ബർഗർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 3 എണ്ണം കൂടെ നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ടിക്കി ബർഗർ നിങ്ങളെല്ലാവരും എങ്ങനെ റെഡിയാക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.